അമേരിക്കയുടെ പോയവാരം വിലയിരുത്തുന്ന അമേരിക്കൻ ന്യൂസ് വീക്ക് എന്ന ആഴ്ചവട്ട പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. ശ്രീനാരായണ ഗുരു സന്ദേശമുയർത്തി ഫെഡറേഷൻ ഓഫ് ശ്രീനാരായണ ഗുരു അസോസിയേഷന്റെ ന്യൂയോർക്ക് നാഷണൽ കൺവെൻഷനിൽ മന്ത്രിയെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് ശ്രീ ശ്യാം ശങ്കർ പങ്കെടുത്തു. അദ്ദേഹം നോർത്ത് അമേരിക്കയിലെ മലയാളി കുടുംബാംഗങ്ങളിൽ ഗുരുദൈവ ദർശനങ്ങളുടെ പ്രാധാന്യം ഈ കാലഘട്ടത്തിൽ എന്ന വിഷയത്തിൽ സംസാരിച്ചു. ട്രസ്റ്റി ചെയർ ഡോക്ടർ ചന്ദ്രോദ പുരുഷോത്തമൻ മന്ത്ര പ്രസിഡന്റ് ശ്രീ ശ്യാം ശങ്കറിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ആപ്തവാക്യവും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന ദർശനവും എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ നോർത്ത് അമേരിക്കയുടെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ മലയാളി സമൂഹത്തിലൂടെ പരിവർത്തനം വരുത്തേണ്ടതെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ശ്രീ സജീവ് കുമാർ ചേന്നാട്ടിന്റെ നേതൃത്വത്തിൽ ജൂലൈ 11 മുതൽ 14 വരെ നടക്കുന്ന കൺവെൻഷനിൽ സ്വാമി മുക്താനന്ദ യതി, ഡോക്ടർ മോഹൻ ഗോപാൽ, എഴുത്തുകാരൻ ഷൌക്കത്ത്, ജഡ്ജ് സുരേന്ദ്രൻ കെ പട്ടേൽ എന്നിവരാണ് മുഖ്യ അതിഥികൾ. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. കേരള അസോസിയേഷന്റെ 2024 എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും കാഞ്ച് നെക്സ്റ്റ് ജെൻ ഫോക്കസ് ഗ്രൂപ്പിനും അഭിമാനിക്കാവുന്ന നേട്ടമാണ് കാഞ്ച് മലയാളം അക്കാദമി. 100% വോളണ്ടിയർ സഹായത്തോടെ പൂർണ്ണമായും സൗജന്യമായി നടന്നുപോകുന്ന ഒന്നാണ് കാഞ്ച് മലയാളം ക്ലാസുകൾ. മാർച്ചിൽ ആരംഭിച്ച ആദ്യ ബാച്ചിൽ 150ഓളം കുട്ടികളാണ് ഒരൊറ്റ ദിവസം കൊണ്ട് രജിസ്റ്റർ ചെയ്തത്. മാർച്ചിൽ ആരംഭിച്ച ആദ്യ ബാച്ചിൽ 150ഓളം കുട്ടികളാണ് ഒരൊറ്റ ദിവസം കൊണ്ട് രജിസ്റ്റർ ചെയ്തത്. സ്ഥലപരിമിതി മൂലം രജിസ്ട്രേഷൻ നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. സൂം കോളുകളിൽ ഒതുക്കി നിർത്താതെ ക്ലാസുകൾ നടത്താനായിരുന്നു കാഞ്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഉറച്ച തീരുമാനം. ഇത്രയധികം കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന കാര്യത്തിൽ ഉണ്ടായിരുന്ന സംശയം വോളണ്ടിയേഴ്സായി 20ഓളം പേർ കടന്നുവന്നതോടെ ഇല്ലാതായി. കുട്ടികളുടെയും മാതാപിതാക്കളുടെയും സഹകരണമാണ് അക്കാദമിയുടെ വിജയത്തിന്റെ പിന്നിലുള്ള പ്രധാന ഘടകം. 20 വർഷം മുൻപ് കാഞ്ച് മലയാളം ക്ലാസുകൾ കൈകാര്യം ചെയ്തിരുന്ന ജേസൺ അലക്സും അന്നത്തെ പ്രിൻസിപ്പൽ ചിത്ര മേനോനും ഉത്സാഹത്തോടെ നിന്നതോടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. ഇതിന്റെ പ്രതിഫലനമാണ് 6 മാസത്തിനിപ്പുറം നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ കാഞ്ച് മലയാളം അക്കാദമി. ജേഴ്സി സിറ്റി, സൗത്ത് ജേഴ്സി തുടങ്ങിയ ഇടങ്ങളിൽ പുതിയ ക്ലാസുകൾ ആരംഭിക്കണമെന്നാണ് സംഘാടകരുടെ ആഗ്രഹമെന്ന് പ്രസിഡന്റ് ബൈജു വർഗീസും സ്കൂൾ പ്രിൻസിപ്പൽ നാസർ ഹുസൈൻ, കാഞ്ച് മലയാളം അക്കാദമി കോർഡിനേറ്റേഴ്സായ രശ്മി വിജയൻ, ട്രഷറർ നിർമ്മൽ മുകുന്ദൻ എന്നിവർ അഭിപ്രായപ്പെട്ടു. ഈ 2 സെന്ററുകൾ കൂടി ആരംഭിച്ചാൽ കുട്ടികളുടെ എണ്ണം 200 കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരള സർക്കാരിന്റെ കീഴിലുള്ള കേരളം മലയാളം മിഷനുമായി സഹകരിച്ചുകൊണ്ട് കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി ഒരു മലയാളം ചാപ്റ്റർ തുടങ്ങാനുള്ള തീരുമാനം എടുത്തപ്പോൾ ആദ്യം ഉയർന്നു വന്ന ചോദ്യം നമ്മുടെ കുട്ടികൾ മലയാളം പഠിച്ചിട്ട് എന്തിനാണെന്നതാണ്. ഒന്നിൽ കൂടുതൽ ഭാഷകൾ പഠിക്കുന്നത് കുട്ടികളുടെ അക്കാദമിക നിലവാരം ഉയർത്തുകയും സർഗാത്മകത വളർത്തുകയും ഓർമ്മശക്തിയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുകയുമൊക്കെ ചെയ്യുമെന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതിയാണ്. പക്ഷെ അതിനേക്കാളേറെ നമ്മൾ മലയാളം പഠിക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു വാഹനമായി കൂടി ഈ ഭാഷാ പഠനം മാറുകയാണ്. നമ്മുടെ പാട്ടുകളും കഥകളും സിനിമകളും മറ്റ് സാംസ്കാരിക കലാരൂപങ്ങളും നമ്മുടെ അടുത്ത തലമുറ നിലനിർത്താൻ പോകുന്നത് ഇത്തരം മലയാളം ഭാഷാ പഠനത്തിലൂടെയാണ്. ഇങ്ങനെയുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് കേരള മലയാളം മിഷന്റെ സഹകരണത്തോടെ കാഞ്ച് മലയാളം അക്കാദമി ആരംഭിച്ചത്. വോളണ്ടിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗജന്യമായി പരിശീലനം നൽകിയാണ് അധ്യാപകരെ വളർത്തിയെടുക്കാൻ സാധിച്ചത്. 100% വോളണ്ടിയർ സഹായത്തോടെ പൂർണ്ണമായും സൗജന്യമായി നടന്നുപോകുന്ന ഒന്നാണ് കാഞ്ച് മലയാളം ക്ലാസുകൾ. ഏതാണ്ട് 25ഓളം സന്നദ്ധ പ്രവർത്തകർക്ക് കേരളം മലയാളം മിഷൻ ട്രെയിനിംഗ് നൽകി. 12ഓളം മുഴുവൻ സമയ പ്രവർത്തകരും 8ഓളം മറ്റുള്ളവരും ഇപ്പോഴും കട്ടയ്ക്ക് കൂടെയുണ്ട്. 150ഓളം പാഠപുസ്തകങ്ങൾ കേരളം മലയാളം മിഷൻ സൗജന്യമായി പഠിതാക്കൾക്ക് നൽകി. അമേരിക്കയിൽ താമസിക്കുന്ന ഒരു കുട്ടി കേരളത്തിൽ തന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും കൂടെ താമസിക്കാൻ പോകുന്ന ഒരു സാങ്കല്പിക സന്ദർഭത്തെ അടിസ്ഥാനമാക്കി വീഡിയോ, രസകരമായ കളികൾ, പാട്ടുകൾ ഒക്കെ ഉൾപ്പെടുത്തിയുള്ള പഠന രീതിയാണ് നമ്മൾ പിന്തുടരുന്നത്. പഠന സഹായം പൂർണ്ണമായും കേരള മലയാളം മിഷന്റെ സഹായത്തോടെയാണ്. ഈ ക്ലാസുകളിൽ വോളണ്ടിയർ ചെയ്യുന്നവർക്ക് കേരള സർക്കാർ അംഗീകൃത അധ്യാപകരായി അംഗീകരിച്ചുകൊണ്ടുള്ള ID കാർഡുകൾ 1 വർഷം പൂർത്തിയാകുമ്പോൾ നൽകും. കണിക്കൊന്ന എന്ന ആദ്യ ക്ലാസ് 2 വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കുന്ന രീതിയിലാണ് ഇതിന്റെ സിലബസ്. ഗൾഫ് രാജ്യങ്ങളിലോ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ താമസിക്കുന്ന മലയാളി കുട്ടികളിൽ നിന്ന് നമ്മുടെ കുട്ടികൾ വ്യത്യസ്തരായിരിക്കാൻ ഒരു കാരണം നമ്മുടെ പല കുട്ടികളും വീട്ടിൽ മലയാളം 1ാം ഭാഷയായി സംസാരിക്കുന്നില്ല എന്നതാണ്. നമ്മുടെ കുട്ടികൾ മലയാളം പറഞ്ഞു തുടങ്ങിയിട്ട് വേണം അവരെ വായിക്കാനും എഴുതാനും പഠിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ മലയാളം സംസാരിക്കാൻ പഠിപ്പിക്കാൻ ഡുവോലിംഗോ മാതൃകയിൽ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യം കേരള മലയാളം മിഷനുമായി സംസാരിച്ചിട്ടുണ്ട്.
കാഞ്ച് അതിനുവേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള സപ്പോർട്ട് നൽകാനുള്ള ചർച്ചകൾ നടക്കുന്നു. ലോകത്താകമാനമുള്ള മലയാളി കുട്ടികൾക്ക് സഹായകമാകുന്ന ഒന്നായി ഈ ആപ്ലിക്കേഷൻ മാറണമെന്നാണ് കേരളം അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയുടെ ആഗ്രഹം. കാഞ്ച് മലയാളം അക്കാദമിയുടെ അടുത്ത ബാച്ച് ഈ സെപ്റ്റംബറിൽ തുടങ്ങും. അതിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ ഈ മാസം തന്നെ തുടങ്ങാനാണ് പ്ലാൻ. ഏവരുടെയും പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ വിജയത്തിൽ അക്കാദമി പ്രിൻസിപ്പൽ നാസർ ഹുസൈന്റെ കഠിനാധ്വാനം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ നടക്കുന്ന ക്ലാസുകളിൽ വോളണ്ടിയർ ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷ നന്ദി അറിയിക്കുന്നതായി പ്രസിഡന്റ് ബൈജു വർഗീസ്, സെക്രട്ടറി ടോം നെറ്റിക്കാടൻ, ട്രഷറർ നിർമ്മൽ മുകുന്ദൻ, വൈസ് പ്രസിഡന്റ് സോഫിയ മാത്യു, ജോയിന്റ് സെക്രട്ടറി ഖുർഷിദ് ബഷീർ, ജോയിന്റ് ട്രഷറർ ടോം വർഗീസ്, ദയ ശ്യാം, രശ്മി വിജയൻ, ജോർജി സാമുവൽ, ജിജീഷ് തോട്ടത്തിൽ, കൃഷ്ണ പ്രസാദ്, അസ്ലം ഹമീദ്, അനൂപ് മാത്യൂസ്, മുൻ പ്രസിഡന്റ് വിജേഷ് കാരാട്ട് എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. അമേരിക്കൻ മലയാളി സംഘടനകളെ ഒരു കുടയുടെ തണലിൽ ഒരുമിപ്പിക്കുന്ന ഫോമയുടെ 2024-26 ഭരണസമിതിയിലേക്ക് മത്സരിക്കുന്ന ടീം യുണൈറ്റഡ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ബേബി മണക്കുന്നേലിന്റെ നേതൃമികവിൽ വിജയമുറപ്പിച്ചു മുന്നേറുന്നു. അംഗസംഘടനകളുടെയും വിവിധ ഫോമാസ് റീജിയനുകളുടെയും അമേരിക്കൻ മലയാളി പൊതുസമൂഹത്തിന്റെയും ആശീർവാദങ്ങളും പിന്തുണയും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ടീം യുണൈറ്റഡ് കുതിപ്പ് തുടരുന്നത്. ഏറെ ആവശ്യത്തോടെയും പ്രതിജ്ഞാബദ്ധതയോടെയുമാണ് ടീം യുണൈറ്റഡ് ജനവിധി തേടുന്നത്. അംഗസംഘടനകളുടെയും വിവിധ ഫോമ റീജിയനുകളുടെയും അമേരിക്കൻ മലയാളി പൊതുസമൂഹത്തിന്റെയും ആശീർവാദങ്ങളും പിന്തുണയും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ടീം യുണൈറ്റഡ് കുതിപ്പ് തുടരുന്നത്. റിട്ടയർമെന്റ് പ്രോജക്ട്, റീജിയനുകളുടെ ശാക്തീകരണത്തിലൂടെയുള്ള ഫോമയുടെ കെട്ടുറപ്പ്, വനിതാ യുവജന ക്ഷേമം, ബിസിനസ് ഫോറത്തിന് റീജിയൻ തലങ്ങളിൽ ശാഖകൾ, കരിയർ ഗൈഡൻസ് പ്രോഗ്രാം, ഹെൽപ്പിംഗ് ഹാൻഡ്സിന് പുതിയ മുഖം, റീജിയൻ തലത്തിലെ കലാകായിക മത്സരങ്ങളും നാഷണൽ കൺവെൻഷനിൽ ഗ്രാൻഡ് ഫിനാലെയും, അമേരിക്കൻ മണ്ണിലെ കൺവെൻഷൻ തുടങ്ങി നിരവധി സ്വപ്ന പദ്ധതികളാണ് ടീം യുണൈറ്റഡ് ആവിഷ്കരിച്ച് നടപ്പാക്കുക. കൂടാതെ അമേരിക്കൻ മലയാളി സമൂഹത്തെ പൊതുവിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളുടെ സമയബന്ധിതമായ പരിഹാരവും ലക്ഷ്യമിടുന്നു. നാട്ടിലേക്കുള്ള ജീവകാരുണ്യ പദ്ധതികളുടെ തുടർച്ചയും അവസരോചിതമായി ഉണ്ടാകും. പരിണിതപ്രജ്ഞരും സംഘടനാശേഷിയുള്ളവരും സർവസമ്മതരുമാണ് ടീം യുണൈറ്റഡ് പാനൽ അംഗങ്ങൾ. അർപ്പണ ബോധവും ജനകീയ പ്രവർത്തന പാരമ്പര്യവും ദീർഘവീക്ഷണവും മുഖമുദ്രയാക്കിയ ബേബി മണക്കുന്നേലിന്റെ ടീമിന് നടപ്പാക്കാനുള്ളത് നിരവധി സ്വപ്ന പദ്ധതികളാണ്. 2024-26 പ്രവർത്തന കാലഘട്ടത്തിലേക്ക് ഫോമയെ നയിക്കുവാൻ എന്തുകൊണ്ടും പ്രാപ്തരാണ് ടീം യുണൈറ്റഡ് എന്ന റീജിയനുകളിലും മറ്റും അവർക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണങ്ങൾ തെളിയിക്കുന്നു. അമേരിക്കൻ മലയാളി സമൂഹത്തിൽ സംഘടനാ മികവ് കൊണ്ട് ശ്രദ്ധേയനായ പൊതുപ്രവർത്തകൻ ബേബി മണക്കുന്നേൽ നയിക്കുന്ന ടീം യുണൈറ്റഡിൽ നിന്ന് ജനറൽ സെക്രട്ടറിയായി ബൈജു വർഗീസ്, ട്രഷററായി സിജിൽ ജോർജ് പാലക്കലോടി, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഷാലു മാത്യു പുന്നൂസ്, ജോയിന്റ് സെക്രട്ടറിയായി പോൾ പി ജോർജ്, ജോയിന്റ് ട്രഷററായി അനുപമ കൃഷ്ണൻ എന്നിവരാണ് മത്സരിക്കുന്നത്. ബേബി മണക്കുന്നേൽ ഫോമയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജനവിധി തേടുമ്പോൾ അത് അമേരിക്കൻ മലയാളി ചരിത്രത്തിന്റെ പുതിയ അധ്യായം കുറിക്കലായിരിക്കുമെന്ന് ഏവരും സാക്ഷ്യപ്പെടുത്തുന്നു. എറണാകുളം ജില്ലയിലെ പിറവം സ്വദേശിയാണ് ബേബി മണക്കുന്നേൽ. കൊമേഴ്സിൽ മാസ്റ്റർ ഡിഗ്രി നേടിയ അദ്ദേഹം നാട്ടിലും വ്യത്യസ്തങ്ങളായ കർമ്മരംഗങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിത്വമാണ്. അധ്യാപകനായി ഒരു ദശാബ്ദത്തോളം പ്രവർത്തിച്ചു. ഒപ്പം രാഷ്ട്രീയ പ്രവർത്തനവും ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, INTUC പിറവം മേഖലാ പ്രസിഡന്റ് തുടങ്ങിയ നിലയിൽ പൊതുരംഗത്ത് ശ്രദ്ധേയനായി. ചെറുപ്രായത്തിലെ പഞ്ചായത്ത് മെമ്പറും കോഓപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതി അംഗവുമായി. 1989 പിറവം താലൂക്കിനു വേണ്ടി നിരാഹാരം കിടന്ന ചരിത്രവുമുണ്ട് ഇദ്ദേഹത്തിന്. തലയോലപ്പറമ്പ് DB കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയാണ്. 1991 അമേരിക്കയിലെത്തിയ ബേബി മണക്കുന്നേൽ 2005-2012 കാലഘട്ടത്തിൽ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റന്റെ പ്രസിഡന്റായിരുന്നു. 4 വർഷക്കാലം ഫോമ സദേൺ റീജിയന്റെ വൈസ് പ്രസിഡന്റായും തിളങ്ങി. ഫോമയുടെ തുടക്കം മുതൽ സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹം 2008 ഫോമ കൺവെൻഷൻ ചെയർമാനായിരുന്നു. കൺവെൻഷന്റെ വിജയകരമായ നടത്തിപ്പിന് ബേബി മണക്കുന്നേലിന്റെ ഊർജ്ജസ്വലമായ സാന്നിധ്യം മുതൽക്കൂട്ടായി. 1997-98 കാലയളവിലും 2012 ഹ്യൂസ്റ്റൺ ജ്ഞാനായ കാത്തലിക് സൊസൈറ്റിയുടെ പ്രസിഡന്റായി ബേബി മണക്കുന്നേൽ സേവനമനുഷ്ഠിച്ചു. 1998, 1999, 2000 വർഷങ്ങളിൽ ജ്ഞാനായ കാത്തലിക് കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ സെക്രട്ടറിയായി തിളങ്ങുകയും 2017-18 കാലയളവിൽ KCCNയുടെ പ്രസിഡന്റ് പദം അലങ്കരിക്കുകയും ചെയ്തു. അറ്റ്ലാന്റയിൽ വെച്ച് 4000-ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് KCCNA കൺവെൻഷൻ വിജയിപ്പിച്ചത് ബേബിയുടെ സംഘടനാശേഷിയുടെ മുകുടോദാഹരണമാണ്.
ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായിരുന്ന ബേബി മണക്കുന്നേൽ 2022 മുതൽ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ അമേരിക്കൻ പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയാണ്. സൗത്ത് ഇന്ത്യൻ US ചേംബർ ഓഫ് കൊമേഴ്സിന്റെ 2 ടേമുകളിൽ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം അമേരിക്കയിൽ ആദ്യമായി മലയാളികളുടെ ഇടയിൽ ആരംഭിച്ച റിട്ടയർമെന്റ് റിസോർട്ട് എന്ന മോഹ സംരംഭം നടപ്പിലാക്കി. ഹ്യൂസ്റ്റണിൽ ക്നാനായ ഹോംസിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ഈ അസുലഭ നേട്ടം. ഹ്യൂസ്റ്റണിലെ മിസോറി സിറ്റിയിൽ ബേബി മണക്കുന്നേലിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 40ഓളം റിട്ടയർമെന്റ് ഹോംസ് നിർമ്മിക്കുവാൻ സാധിച്ചുവെന്നത് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന സപര്യയിലെ അഭിമാനകരമായ മുന്നേറ്റങ്ങളിലൊന്നാണ്. ഇങ്ങനെ അമേരിക്കയിലെത്തിയ നാൾ മുതൽ വിവിധ മലയാളി സംഘടനകളിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ച ബേബി മണക്കുന്നേലിനെ ഫോമ പ്രസിഡന്റായി തിരഞ്ഞെടുത്താൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ച അമേരിക്കൻ മലയാളികൾക്ക് മുതൽക്കൂട്ടായിരിക്കുമെന്നാണ് പൊതുവികാരം. ബിസിനസ് രംഗത്തും ശോഭിക്കുന്ന ബേബി മണക്കുന്നേലിന്റെ ഭാര്യ ആനി റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റാണ്. മൂത്ത മകൻ ഫിൽമോൻ പ്രൈം കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറായും ഇളയ മകൻ ജോയൽ ജോസഫ് IT രംഗത്തും പ്രവർത്തിക്കുന്നു. മരുമകൾ ജെന്നിഫർ, കൊച്ചുമകൾ ജിയാന ആൻഡ് ബേബി. ടീം യുണൈറ്റഡിനെ വിജയിപ്പിച്ചാൽ ഫോമയുടെ പ്രവർത്തന മികവ് ഇരട്ടിയിലേറെ വർദ്ധിപ്പിക്കാമെന്നും ഫോമയുടെ പ്രശസ്തി നിലവിലുള്ളതിനേക്കാൾ മെച്ചപ്പെടുത്താമെന്നും മാത്രമാണ് ടീം യുണൈറ്റഡ് വാക്കു നൽകുന്നത്. നടപ്പിലാകാത്ത സ്വപ്ന വാഗ്ദാനങ്ങളൊന്നും ഈ ടീം മുന്നോട്ട് വെക്കുന്നില്ല. ഒത്തൊരുമയും കൂട്ടായ്മയും 2024-26 വർഷം ഫോമയിൽ കാഴ്ചവെച്ച പരിചയസമ്പന്നരായ 6 സ്ഥാനാർത്ഥികളും അവകാശപ്പെടുന്ന 6 പേരെയും ഫോമയുടെ നന്മയ്ക്കായി ഒറ്റക്കെട്ടായി വിജയിപ്പിക്കണമെന്ന് ബേബി മണക്കുന്നേൽ അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. കോൺഗ്രസിൽ താനടക്കമുള്ള ഇന്ത്യക്കാരായ 5 അംഗങ്ങളെ സമോസ കോക്കസ് എന്നാണ് വിശേഷിപ്പിക്കുന്നതെന്ന് കോൺഗ്രസ്മാൻ രാജാ കൃഷ്ണമൂർത്തി. എന്നാൽ അതുപോരാ, വടയും ഇഡ്ഡലിയും പക്കോടയുമെല്ലാം അവിടെ ഉണ്ടാകണം. ഇന്ത്യൻ പ്രാതിനിധ്യം ഇനിയും വർദ്ധിക്കണം. നോർത്ത് ബെതസ്ത മോൺഗോമറി കൗണ്ടി കൺവെൻഷൻ സെന്ററിൽ ഫൊക്കാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കവേ അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിൽ താനടക്കമുള്ള ഇന്ത്യക്കാരായ 5 അംഗങ്ങളെ സമോസ കോക്കസ് എന്നാണ് വിശേഷിപ്പിക്കുന്നതെന്ന് കോൺഗ്രസ്മാൻ രാജാ കൃഷ്ണമൂർത്തി. എന്നാൽ അതുപോരാ, വടയും ഇഡ്ഡലിയും പക്കോടയുമെല്ലാം അവിടെ ഉണ്ടാകണം. ഇന്ത്യൻ പ്രാതിനിധ്യം ഇനിയും വളരണം. നോർത്ത് ബെതസ്ത മോൺട്ഗോമറി കൗണ്ടി കൺവെൻഷൻ സെന്ററിൽ ഫൊക്കാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കവേ അദ്ദേഹം പറഞ്ഞു. 2020 സെൻസസ് പ്രകാരം ഏറ്റവും വേഗത്തിൽ വർദ്ധിക്കുന്ന കുടിയേറ്റക്കാർ ഇന്ത്യക്കാരാണ്. അതുപോലെ ഏറ്റവും സമ്പന്നരും നമ്മൾ തന്നെ. അമേരിക്കയിലാകെ ഡോക്ടർമാരിൽ 10% ഇന്ത്യക്കാരാണ്. ഹോട്ടൽ മുറികളുടെ 60% ദേശീയ ഉടമസ്ഥതയിലുള്ളതാണ്. 35 സ്പെല്ലിംഗ് ബീ ചാമ്പ്യനിൽ 25 പേർ ഇന്ത്യക്കാരാണ്. പക്ഷെ ഇവിടെ പ്രാദേശികമായി പറയുന്ന ഒരു ചൊല്ലുണ്ട്: നിങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള ടേബിളിൽ സ്ഥാനമില്ലെങ്കിൽ നിങ്ങൾക്ക് മെനുവിലായിരിക്കും സ്ഥാനമെന്ന്. മറ്റുള്ളവർ നിങ്ങളെ തിന്നുകളയുമെന്ന്. ഗോഡ്സ് ഓൺ കൺട്രിയിൽ നിന്ന് വന്നവർ സുന്ദരന്മാരും സുന്ദരികളുമാണെന്നും അദ്ദേഹം വിശേഷിപ്പിക്കാൻ മറന്നില്ല. അഭിമാനകരമായ ഈ കൺവെൻഷൻ വേദിയിലേക്ക് ഏവരെയും സെക്രട്ടറി ഡോക്ടർ കലാഷാഹി സ്വാഗതം ചെയ്തു. കൺവെൻഷന് തുടക്കം കുറിച്ച് നടന്ന ഘോഷയാത്രയ്ക്ക് ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ, സെക്രട്ടറി ഡോക്ടർ കലാഷാഹി, ട്രഷറർ ബിജു ജോൺ കൊട്ടാരക്കര, ഫ്രാൻസിസ് ജോർജ് MP, മുൻ അംബാസിഡർ TP ശ്രീനിവാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. രാമായണ പാരായണത്തിലൂടെ മനുഷ്യ മനസ്സിലേക്ക് ആധ്യാത്മിക പുണ്യം നിറച്ചുകൊണ്ട് കർക്കിടകം 1 വെർച്വലായി ഗീതാമണ്ഡലം സംഘടിപ്പിച്ച രാമായണ പാരായണ യജ്ഞം കോഴിക്കോട് സാമൂതിരി കുടുംബത്തിലെ മുതിർന്ന അംഗം ശ്രീ രവിവർമ്മ രാജ ഉദ്ഘാടനം ചെയ്തു. ഹൈന്ദവ സംസ്കൃതിയുടെയും ആധ്യാത്മിക പാരമ്പര്യത്തിന്റെയും ആരാധനാക്രമത്തിന്റെയും ആകെ തുകയാണ് രാമായണമെന്നും വിശ്വാസാധിഷ്ഠിത പുരാണ പാരായണ ആചാരാനുഷ്ഠാന പ്രാർത്ഥനാദികൾ ത്യാജ്യഗ്രാഹ്യ വിവേചനാപൂർവം പുനഃക്രമീകരിച്ച് ഹൈന്ദവ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും സ്ഥിരപ്രതിഷ്ഠ നേടാൻ പ്രചരണവും പ്രതിബദ്ധതയും അനുഷ്ഠാനവും ഉണ്ടാകണം. അതിന് പുരാണ ഇതിഹാസങ്ങളാകണം മാർഗദർശനമെന്ന് ശ്രീ രവിവർമ്മ രാജ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഹൈന്ദവ സംസ്കൃതിയുടെയും ആധ്യാത്മിക പാരമ്പര്യത്തിന്റെയും ആരാധനാക്രമത്തിന്റെയും ആകെ തുകയാണ് രാമായണമെന്നും വിശ്വാസാധിഷ്ഠിത പുരാണ പാരായണ ആചാരാനുഷ്ഠാന പ്രാർത്ഥനാദികൾ ത്യാജ്യഗ്രാഹ്യ വിവേചനാപൂർവം പുനഃക്രമീകരിച്ച് ഹൈന്ദവ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും സ്ഥിരപ്രതിഷ്ഠ നേടാൻ പ്രചരണവും പ്രതിബദ്ധതയും അനുഷ്ഠാനവും ഉണ്ടാകണം. അതിന് പുരാണ ഇതിഹാസങ്ങളാവണം മാർഗദർശനം എന്ന് ശ്രീ രവിവർമ്മ രാജ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ കഴിഞ്ഞ ശനിയാഴ്ച രാമായണ പാരായണ യജ്ഞത്തിന്റെ ഭാഗമായി വളരെ വിപുലമായ രീതിയിലാണ് ഗീതാമണ്ഡലം തറവാട ക്ഷേത്രത്തിൽ വെച്ച് സംഘടിപ്പിച്ച രാമായണ പാരായണ യജ്ഞത്തിന്റെ മുന്നോടിയായി നടന്ന പൂജകളിൽ പങ്കെടുക്കുവാൻ വളരെയധികം ഭക്തർ പങ്കെടുത്തത്. മേൽശാന്തി ശ്രീകൃഷ്ണ ചെങ്ങണാംപറമ്പിന്റെ നേതൃത്വത്തിൽ നടന്ന വിശേഷാൽ മഹാഗണപതി പൂജയ്ക്കും ശ്രീരാമചന്ദ്ര പൂജകൾക്കും ശേഷം ഗജേന്ദ്ര പൂജയും നടത്തി. തുടർന്ന് രാമായണ ആചാര്യ ശ്രീമതി
ഇന്ദു നായരുടെയും ശ്രീമതി തങ്കമ്മ അപ്പുക്കൊട്ടന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച ഈ വർഷത്തെ രാമായണ പാരായണ മഹോത്സവം ഒരു ദിവ്യ അനുഭൂതിയാണ് സൃഷ്ടിച്ചതെന്ന് ഭക്തർ അഭിപ്രായപ്പെട്ടു. രാമായണ പാരായണത്തിന് ശേഷം നടന്ന ഭജനയും പൂജകളും ഭക്തിയുടെ മറ്റൊരു തലത്തിലേക്ക് ഭക്തരെ എത്തിച്ചു. കർക്കടകം 1 ചൊവ്വാഴ്ച വെർച്വലായി സംഘടിപ്പിച്ച രാമായണ പാരായണത്തിന് അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കാനഡ, ഇന്ത്യ എന്നിവിടങ്ങളിലെ ഭക്തരും പങ്കെടുത്തു. മനുഷ്യ നന്മയ്ക്കും സത്പ്രവർത്തിക്കും മാതൃകയായി നിലകൊള്ളുന്ന രാമായണ ശ്ലോകങ്ങൾ സദാചാര നിഷ്ഠമായ കുടുംബ പശ്ചാത്തലവും ഹൃദയശുദ്ധി നിറഞ്ഞ ജീവിത രീതിയും പകർന്നു തന്ന നമ്മുടെ മനസ്സ് കീഴടക്കുമെന്ന് ഗീതാമണ്ഡലം സ്പിരിച്വാലിറ്റി ചെയർപേഴ്സൺ ശ്രീ ആനന്ദ് പ്രഭാകർ തന്റെ രാമായണ സന്ദേശത്തിൽ അഭിപ്രായപ്പെട്ടു. രാമായണം കാവ്യം ഇന്നത്തെ ജീവിതത്തിന് ഏറെ മാതൃകയാണ്. മനുഷ്യന് എങ്ങനെ ജീവിക്കണമെന്ന ഈ കാവ്യം വരച്ചു കാട്ടുന്ന പുണ്യഗ്രന്ഥമാണ് ആധ്യാത്മ രാമായണമെന്ന് ഷിക്കാഗോ ഗീതാമണ്ഡലം ആചാര്യൻ ശ്രീ മനോജ് നമ്പൂതിരി തന്റെ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഈ രാമായണ കാലത്തിൽ നോർത്ത് അമേരിക്കയിലെ എല്ലാ ഗ്രഹങ്ങളിലും നമുക്ക് രാമായണ പാരായണം ഒരു ചര്യയാക്കണമെന്നും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഈ പൈതൃകം പകർന്നു കൊടുക്കാൻ നമ്മളാൽ കഴിയുന്നതെല്ലാം നമുക്ക് കൂട്ടായി ചെയ്യണമെന്നും ജോയിന്റ് സെക്രട്ടറി ശ്രീ പ്രജീഷും അഭിപ്രായപ്പെട്ടു. രാമായണ പാരായണ യജ്ഞം ഉദ്ഘാടനം ചെയ്ത ശ്രീ രവിവർമ്മ രാജയ്ക്കും ശ്രീ ജയചന്ദ്രനും ശ്രീ മനോജ് തിരുമേനിക്കും പാരായണ യജ്ഞത്തിന് നേതൃത്വം നൽകിയ ശ്രീ കൃഷ്ണൻ ചെങ്ങണാംപറമ്പിനും രാമായണ ശുഭാരംഭത്തിന് നേതൃത്വം നൽകിയ എല്ലാവർക്കും പങ്കെടുത്ത എല്ലാ ഭക്തർക്കും മറ്റ് എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ബൈജു എസ് മേനോൻ നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഈ ആഴ്ചത്തെ അമേരിക്കൻ ന്യൂസ് വീക്ക് അവസാനിക്കുന്നതിന് മുൻപ് പോയ വാരത്തിലെ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ഒറ്റനോട്ടത്തിൽ. FSNOയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 11 മുതൽ 14 വരെ കണക്ടിക്കട്ടിലെ ഹോട്ടൽ ഹിൽട്ടണിൽ നടന്നുവന്ന 5ാമത് ശ്രീനാരായണ കൺവെൻഷൻ ഞായറാഴ്ച സമാപിച്ചു. ഷിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ ആസ്ഥാന ദേവാലയമായ മാർ തോമസ് ലീഹ കത്തീഡ്രലിൽ ജൂലൈ 14 ഞായറാഴ്ച സീറോ മലബാർ കത്തോലിക്ക കോൺഗ്രസിന്റെ രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് 2024 സെപ്റ്റംബർ 27 മുതൽ 29 വരെ ദേശീയ തലത്തിൽ ഫിലാഡൽഫിയയിൽ നടക്കുന്ന സീറോ മലബാർ കുടുംബ സംഗമത്തിന്റെ രജിസ്ട്രേഷൻ കിക്ക് ഓഫ് നടത്തി. അമേരിക്കൻ മലയാളി ഹിന്ദു സംഘടനയായ മന്ത്രയുടെ നേതൃത്വത്തിൽ ശ്രീരാമ കഥാമൃതം ഭക്തിസാന്ദ്രമാക്കി കർക്കടകം 1 ആരംഭിച്ച രാമായണ മാസാചരണത്തിന് നടന്ന രാമായണ പാരായണ ശുഭാരംഭം പ്രശസ്ത സംഗീതജ്ഞൻ ശ്രീ കാവാലം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ടെക്സസ് സംസ്ഥാനത്തെ സാൻ ആന്റോണിയോയിലെ ഹെൻറി ബി ഗോൺസാലസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് 2024 ജൂലൈ 4, 5, 6, 7 തീയതികളിൽ നടന്ന നോർത്ത് അമേരിക്കൻ ജ്ഞാനായ മഹാസംഗമമായ ജ്ഞാനായ കാത്തലിക് കമ്മ്യൂണിറ്റി ഓഫ് നോർത്ത് അമേരിക്കയുടെ 15ാമത് കൺവെൻഷനിൽ വെച്ച് നടത്തപ്പെട്ട കലോത്സവത്തിൽ ഹെലൻ ജോബി മംഗലത്തേട്ട് കലാതിലകമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഭാരത അപ്പോസ്തലനും ഇടവക മധ്യസ്ഥനുമായ വിശുദ്ധ തോമസ് ലേഹയുടെ ദുഖ്രാന തിരുനാൾ ജൂൺ 28 മുതൽ ജൂലൈ 8 വരെ വിവിധ തിരുക്കർമ്മങ്ങളോടെയും കലാപരിപാടികളോടെയും ആഘോഷിച്ചു. ജൂൺ 28 വെള്ളിയാഴ്ച വൈകുന്നേരം ഇടവക വികാരി റവറൻ ഡോക്ടർ ജോർജ് സ്ഥാനവേലിൽ, ഷിക്കാഗോ സീറോ മലബാർ രൂപത വികാരി ജനറൽ റവറൻ ഫാദർ ജോ മേലേപ്പുറം എന്നിവർ സംയുക്തമായി തിരുനാൾ കൊടി ഉയർത്തി 10 ദിവസം നീണ്ടുനിന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചു. 8ാമത് ഫോമ ഇന്റർനാഷണൽ കൺവെൻഷനോടനുബന്ധിച്ച് നടക്കുന്ന ബെസ്റ്റ് കപ്പിൾ മത്സരത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കമ്മിറ്റി ചെയർമാൻ ബിജു തുരുത്തുമാലിൽ അറിയിച്ചു. ബെൽവുഡിലുള്ള മാർ തോമസ് ലീഹ കത്തീഡ്രലിൽ ഭാരത അപ്പോസ്തലനും ഇടവക മധ്യസ്ഥനുമായ വിശുദ്ധ തോമസ് ലീഹയുടെ ദുഖ്രാന തിരുനാൾ ജൂൺ 30 കൊടിയേറ്റോടുകൂടി ആരംഭിച്ച് സമുചിതവും വർണ്ണാഭവുമായി കൊണ്ടാടി. ബ്രദർ മോൻസി പൊന്നോലിൽ എഴുതിയ കഷ്ടതയിൽ പതറാത്ത ധീരയോദ്ധാവെന്ന പാസ്റ്റർ KV മാത്യുവിന്റെ ജീവചരിത്ര ഗ്രന്ഥം ഹ്യൂസ്റ്റണിൽ നടന്ന മലയാളി പെന്തക്കോസ്ത് കോൺഫറൻസിൽ പ്രകാശനം ചെയ്തു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും എല്ലാം അമേരിക്കൻ ന്യൂസ് വീക്കിനെ അറിയിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം news@pravasichannel.com. ആഴ്ചവട്ട വർത്തമാനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.